ചടയൻ തൊട്ട് ഇപ്പൊ സ്മിജി വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കാണുന്നത് ഒരൊറ്റ ലൈനാ. അത് മുസ്ലിം ലീഗിന്റെ സ്ഥാപക മെസ്സേജുകളിൽ പെട്ടതാണ്. ദളിത് പിന്നോക്ക മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജാണ്. ഒരു പ്രത്യേകിച്ചുള്ള ഒരു രീതി, മലബാറിന്റെ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ LP സ്കൂളല്ല ആദ്യം തുടങ്ങിയത്, നമ്മൾ ഫറൂഖ് കോളേജ്. ഇത്തരം കാര്യങ്ങൾ ഭരണാധികാരികൾക്ക് മാത്രം വിട്ടുകൊടുത്തിട്ട് അവർ നമ്മളെ നന്നാക്കുമെന്ന് വിചാരിച്ചിരിക്കണ്ട. പ്രത്യേകിച്ച് KMCC എന്നൊക്കെ പറയുമ്പോൾ പലരും പറയും അതൊരു മുസ്ലിം ലീഗിന്റെ ചാരിറ്റി സംഘടനക്ക് ഫണ്ട് റൈസ് ചെയ്യുന്ന ഒരു സംഘടന മാത്രമാണെന്ന്. ഒരു ചാലഞ്ചിങ് പവറോ അല്ലെങ്കിൽ ഒരു അപ്പീലിംഗ് പവറോ ഒക്കെ ആയിട്ട് എന്തുകൊണ്ട് ഈ പ്രവാസി സംഘടനകൾ മാറുന്നില്ല? അതല്ലെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രി വിളിക്കുന്ന, അതായത് പാർട്ടികൾ വിളിക്കുന്ന വേദികളിൽ ഒരു ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന ഒരു വിഭാഗം മാത്രമായിട്ട് കൂടെ എന്തുകൊണ്ട് ഒരു ചോദിക്കാനും അതുപോലെ തന്നെ എന്താ പറയാ ഒരു ബാർഗൈനിങ് പവറായി മാറാൻ സർക്കാരിന്റെ ഭാഗമാകാൻ നിങ്ങൾ ശ്രമം നടത്തുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉണ്ട്, സാധാരണക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ KMCCയെ സംബന്ധിച്ച് ഇന്ന് ഏതാണ്ട് 70 പരം രാജ്യങ്ങളിൽ ശക്തമായ സാന്നിധ്യമുള്ള ഒരു പ്രവാസി വിഭാഗമാണ്. അമേരിക്കയിലെ 54 സ്റ്റേറ്റ് അമേരിക്കയിലുള്ളത്, അതിൽ 30 സ്റ്റേറ്റുകളിലും സജീവമായ സാന്നിധ്യം നമ്മളെ KMCCക്കുണ്ട്. യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലുമുണ്ട്. ആഫ്രിക്കയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇന്ന് KMCCയുടെ സംഘടനാ സംവിധാനം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഗൾഫ് മേഖലകളിൽ, GCC മേഖലകളിൽ ഞാൻ പറയേണ്ടതില്ല. അവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് നടക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും KMCC ഇന്നത് ഗ്ലോബൽ ആയിട്ടുള്ളൊരു അസോസിയേഷനാണ്. ഇനി അതാത് സമയങ്ങളിൽ KMCCയുടെ നേതാക്കന്മാർ ഏറ്റെടുത്തിട്ടുള്ള ഇഷ്യൂസ് നോക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് അത് യാത്രാ പ്രശ്നമായിരുന്നു, പിന്നീട് എയർപോർട്ടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു, പിന്നീട് വന്നത് ഇവർക്ക് കൂടി പങ്കാളിത്തം കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു ഈസി, ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം. കാരണം ഇവരൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് എന്താ, സിംഗിൾ വിൻഡോ സിസ്റ്റം ബിസിനസ് ക്ലൈമറ്റിലാണ് ഇന്ന് ഏതൊരു പ്രവാസിയും ജീവിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന നൂലാമാലകൾ കൊണ്ട് അവന് ജീവിക്കാൻ കഴിയില്ല. ഇപ്പോ നമുക്ക് കണ്ണൂരിലെ ഒരു വ്യവസായി ആത്മഹത്യ ചെയ്തു. എന്താ വിഷയം? ഒരു മുനിസിപ്പാലിറ്റിയുടെ ഒരു പഞ്ചായത്തിന്റെ ഒരു പേപ്പർ കിട്ടാത്ത, കല്യാണ മണ്ഡപം പോലെ കല്യാണ മണ്ഡപം ഉണ്ടാക്കിയത്, അതിന് പോലും അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഇവിടെ വന്ന് റോഡുണ്ടാക്കിയ മലേഷ്യക്കാരൻ കോൺട്രാക്ടർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇവിടെ ഈ സാഹചര്യങ്ങളാണ്. പിന്നെ ഒരുപാട് നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്ത് തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ലോക്കാക്കിയ കമ്പനികളുടെ നീണ്ട നിര കിടക്കുകയാണ്. ഈ ചരിത്രത്തെ മാറ്റണമെങ്കിൽ നമുക്ക് കുറച്ച് പണിയുണ്ട്. ഇപ്പം ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് കേരളം ഒരു 1-ാം നമ്പർ ചോയ്സ് അല്ലാതെ അവർ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുന്നുണ്ട്. സ്വാഭാവികമാണ്. ഇപ്പം നമ്മുടെ കേരളക്കാരായ ബില്യനേഴ്സായ നമ്മുടെ ആളുകൾ, എത്രയോ പേർക്ക് കേരളത്തിനേക്കാളും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലെ അതർ സംസ്ഥാനത്തുണ്ട്. ഇനി അവരുടെ ടോട്ടൽ ഇത് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം അമേരിക്കയിലും GCCയിലേക്കുമുള്ള കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ ടോട്ടൽ അതത് രാജ്യത്തിന്റെ ഔട്ട്സൈഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പൊ UAE ആൾക്ക് UAEക്ക് പുറത്തുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരുടെ ഇന്ത്യയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് തന്നെ കുറവായിരിക്കും. കാരണം ഒരു ഘട്ടം കഴിഞ്ഞാൽ ബിസിനസ്സുകാർക്ക് ഒന്ന് ഈസി ഓഫ് ബിസിനസ് വേണം. അതിന്റെ പ്രൊസീജിയേഴ്സ് സിമ്പിൾ ആയിരിക്കണം, മനസ്സിലാകുന്നതായിരിക്കണം. ഇപ്പം ടാക്സ്, എങ്ങനെ ടാക്സ് കൊടുക്കണം, എത്ര കൊടുക്കണം എന്ന് ഇന്ത്യയിൽ ഒരാൾക്ക് മനസ്സിലാകണമെങ്കിൽ അയാൾ 10-20 വർഷം ഏതെങ്കിലും കോഴ്സ് പഠിച്ചുകൊണ്ടേയിരിക്കണം. അത്രയും വർഷം പഠിച്ചിട്ട് മനസ്സിലാകാത്തൊരു സാധനമാണ്. സാധാരണക്കാരൻ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അതിന്റെ പേരിൽ ഇപ്പൊ ഒരുപാട് ഹറാസ്മെന്റുകൾ വരുന്നു. ഈ ഹറാസ്മെന്റുകളൊക്കെ ഉണ്ടാക്കുന്ന വിഷയം എന്താ? ഇപ്പം CJ റോയിയുടെ മുമ്പ് നമ്മുടെ കോഫി ഡേയുടെ ആള് ചെയ്യുന്നു. അതിന് മുമ്പ് ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ മറ്റൊരാള് ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വളരെ
അപ്പോൾ അതിന്റെ അടുത്ത് നമ്മൾ പറയാത്തൊരു പേരുണ്ട്, സാബു ജാക്കബ്. ആ അത് സാബു ജാക്കബ് ഒരു വെടിയുണ്ടലിൽ നിന്ന് രക്ഷ നേടിയത് BJP-യിലേക്ക് പോയതുകൊണ്ടാണെന്നാ പറയുന്നത്. അപ്പോ അങ്ങനൊരു പക്ഷപാതമായിട്ട് വ്യവസായികളെ സമീപിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുചിതമാണോ? കാരണം പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഭാവിക്കും കേരളത്തിന്റെ ഭാവിക്കും അത് നല്ലതാണോ എന്നുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അല്ലേ തീരുമാനിക്കേണ്ടത്? അതെ, ഇപ്പൊ നേരത്തെ ചോദിച്ച ആ ഒരു സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം KMCC-കൾ ഇവിടെ ആവശ്യപ്പെട്ടോ ആവശ്യപ്പെട്ടില്ലേ? ഇപ്പൊ KMCC-കൾ ആവശ്യപ്പെട്ടാലും ഞാനൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഞാൻ നോക്കുന്ന കുറെ ഘടകങ്ങളുണ്ടല്ലോ. ആ ഘടകങ്ങൾ എനിക്ക് അനുകൂലമായിട്ട് ഏത് രാജ്യത്താണോ വരുന്നത് ആ രാജ്യത്തിലേക്ക് ഞാൻ പോകാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഒരു സക്സസ്ഫുൾ ബിസിനസ്മാന്റെ സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിയിൽ നിന്ന് ആരും മാറില്ല. നമുക്ക് ആവശ്യപ്പെടാം ഇന്ന കുറവുകളുണ്ട്, മറ്റ് രാജ്യങ്ങളിൽ ഇന്ന സൗകര്യങ്ങളുണ്ട്, അത് അതത് സമയത്ത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അറിയിക്കുന്നതിൽ KMCC എന്നും വിജയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ലോകത്ത് എന്തൊക്കെ നടക്കുന്നു, ഞങ്ങൾ അറ്റൻഡ് ചെയ്ത ലോക കേരള സഭകളിലൊക്കെ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നടത്താനുള്ള ലിമിറ്റേഷൻസ് ഗവൺമെന്റ് ഫ്രെയിമുകൾ അവർക്കുണ്ടാവാം. പക്ഷെ അത് കാത്തു നിൽക്കാനുള്ള ക്ഷമയോ സമയമോ ഒന്നും സാധാരണഗതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്കോ അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് വരുന്ന ആൾക്കോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ പ്രഷറൈസ് ചെയ്യാൻ ലെജിസ്ലേറ്റീവിലൊക്കെ നിങ്ങളുടെ പങ്കാളിത്തം ഞാൻ ചോദിച്ചു വരുന്നത്, ഇപ്പം MLA ആയിട്ടോ അതല്ലെങ്കിൽ MP-മാരായിട്ടോ കുറച്ച് മുന്നേ വഹാബ് സാഹിബ് ഉണ്ടായിരുന്നു ലീഗിന്റെ വേദിയിൽ നിന്ന്. അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു, പ്രവാസ വ്യവസായിയായിരുന്നു. അത്തരത്തിൽ കേരള ലെജിസ്ലേറ്റീവില് നിങ്ങൾക്ക് പങ്കാളികളായിട്ട് ആളുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇത്തരം വേദികളിൽ പങ്കാളിത്തം ഉണ്ടാവുന്നത് നല്ലതാണ്. ടൈം ടു ടൈമിൽ നല്ലതാണ്. ഈ പങ്കാളിത്തങ്ങളൊക്കെ ഒരു സൈഡിൽ നിൽക്കുമ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള അപകടകരമായ മറ്റൊരവസ്ഥയുണ്ട്. ഇവിടെ യൂത്ത് എങ്ങനെയാണ് അവരെ സമയം ചെലവഴിക്കുന്നത്? നമ്മളെ യൂത്തുകൾ ഇന്ന് പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും ഇല്ലെങ്കിൽ അതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അഭിരമിക്കുകയാണ്. അവർ വെറും ഒരു എന്റർടൈൻമെന്റ് ലോകത്താണ്. എന്നാൽ ഇതേ സമയം നമ്മുടെ അതർ രാജ്യങ്ങളായിട്ടുള്ള പിന്നെ ചൈനയാവട്ടെ, ഈജിപ്ത് ആവട്ടെ, മറ്റ് രാജ്യങ്ങളാവട്ടെ, ഞാൻ ഈജിപ്തിനെ പറയാൻ പ്രത്യേകം കാരണമുണ്ട്. എന്തായിരുന്നു അത് പറയാം. അപ്പം ഇത്തരം രാജ്യങ്ങളിൽ അവരുടെ യൂത്ത് എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഇത് രണ്ടും വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മളിതിന് വലിയ സ്റ്റഡിയൊന്നും വേണ്ട. അപ്പം നിങ്ങളുടെ ചുറ്റുവട്ടത്തിരിക്കുന്ന യുവാക്കളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ അവൻ പലപ്പോഴും ഒരു സെലിബ്രേറ്റീവ് സമയം വെറുതെ കളയുന്ന, അതെന്തോ എൻജോയ് ചെയ്ത് കളയുന്ന ഒരു സ്ക്രോളിംഗ് മൂഡിലേക്ക് പോവുകയാണ്. എന്താണ് അതുകൊണ്ട് സത്യത്തിൽ അയാൾക്ക് കിട്ടുന്നത്? അയാൾ ഒന്നും ഉണ്ടാക്കുന്നില്ല, അയാൾ വളരുന്നില്ല, അയാൾ വഴി ആ നാട് വളരുന്നില്ല, നാട് വഴി രാജ്യം വളരുന്നില്ല. ഇത് എത്രത്തോളം വലിയ നഷ്ടമാണ്. ഒരു ഹ്യൂമൻ റിസോഴ്സാണ് നമുക്ക് അതുവഴി ഒന്നും അല്ലാണ്ട് പോകുന്നത്. അപ്പം ഇന്ന് ഇത്രയധികം പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അങ്ങനെ അഭിരമിച്ചുകൊണ്ടേ ഇരിക്കട്ടെ എന്നുള്ള രൂപത്തിലാണ് ഗവൺമെന്റിന്റെ സോഷ്യൽ മീഡിയ മിഷനറി പോലും പോകുന്നത്. അല്ലാതെ ഇവിടെ നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ച് ഒന്നും ഇത്ര വ്യാപകമായ ചർച്ചയില്ല. ഇപ്പൊ നമ്മൾ വെറുതെ ഒന്ന് മറ്റ് രാജ്യങ്ങളിലെ സോഷ്യൽ മീഡിയകൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കുറെ തമാശകളും എന്താ പറയുക സമയം കൊല്ലികളല്ല. അവിടുത്തെ ആളുകളുടെ ചർച്ചകളും ഗവൺമെന്റിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളും ഗവൺമെന്റിന്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആശയങ്ങളും ഒക്കെയാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അതാണ് അവിടുത്തെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി. ഗവൺമെന്റിന്റെ നയങ്ങളെ, ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന അടുത്ത സ്റ്റെപ്പിനെ എല്ലാ ആളുകളിലേക്കും എത്തിക്കുന്നതിലാണ് അവരുടെ ശ്രദ്ധ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ചില ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്ന് പറയുന്ന തനി വായാടിത്തവും വിഡ്ഢിത്തവും ഒക്കെ കണ്ട്, പിന്നെ നമ്മളെ പണ്ട് പറയാറുണ്ട് വീണാലും ചിരിക്കുന്നവനാണ് മലയാളി എന്നുള്ളത്. നമ്മുടെ കോമഡി അങ്ങനെയാണല്ലോ, വീണാലും ചിരിക്കുക എന്നുള്ളതാണ്. അല്ല, നമുക്കറിയാം, നമ്മളെ തന്നെ ഇപ്പം നമ്മളെ ചാനലിൽ തന്നെ നമ്മളെ വിഷയങ്ങൾ എന്താ പറയുക, ഈ മസാല ഉള്ള സാധനങ്ങളൊക്കെ വ്യൂവേഴ്സ് ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷെ
ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളതോ അതല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പിനെ ഹെൽപ്പ് ചെയ്യുന്നതോ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഏജൻസി സംസാരങ്ങളൊന്നും നമ്മൾ അതിന്റെ ഈ അൽഗോരിതം നോക്കിക്കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് നമുക്ക് കാണാൻ കഴിയും. അതെ, അതില് ഈ വ്യൂവർഷിപ്പ് എന്നുള്ളത് ഒരു ഘടകം മാത്രമാണ്. നിങ്ങൾക്ക് ആ മേഖലയിലുള്ള വാല്യൂ എന്താന്നുള്ളത് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് ഒരു പ്രശ്നമേ അല്ല. നമ്മൾ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഈ വാല്യൂ പൊസിഷനിങ് ആണ് പലപ്പോഴും ഒരു അർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോണത്. ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ വലിയ കോർപ്പറേറ്റ് ജ്വല്ലറി ഗ്രൂപ്പുകൾ അവർ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നും പറഞ്ഞ് ചിലരെ കൊണ്ടുവരും. അത് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അയാൾക്ക് നല്ല ഒരുപാട് റീച്ച് അൽഗോരിതം വഴി കിട്ടിയിട്ടുണ്ടാവും. മേ നോട്ട് ബി റിയലിസ്റ്റിക്. എന്തൊക്കെയാണ് ഇതിൽ കൊടുക്കുന്നുള്ളത് ഒരു അത്യാവശ്യം ആ ഫീൽഡിൽ ഒരു എഞ്ചിനീയർ എന്നുള്ള എനിക്ക് നന്നായിട്ട് അറിയാം. അതിപ്പോൾ നമ്മളിവിടെ പറയണ്ട. പക്ഷെ അതുവഴി ഉണ്ടാവുന്ന എന്താ, ആ കോർപ്പറേറ്റ് സ്ഥാപനത്തോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഞാൻ അതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന രീതി മാറി തുടങ്ങുകയാണ്. ഇങ്ങനെ കുറേ പേരുണ്ടാവും. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂത്ത് എൻഗേജ്മെന്റ് എവിടെയാണ്, നമ്മൾ യൂത്ത് എവിടെയാണ് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി നമ്മുടെ വീടുകളിലെ നമ്മുടെ കുട്ടികൾ ഇതിന് ഇപ്പം പുറത്തിറങ്ങി തപ്പൊന്നും വേണ്ട, ഒന്ന് ഇടത്തോട്ടും നോക്കിയാൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ എങ്ങനെയാണ് അവരുടെ സമയം ചെലവാക്കുന്നത്, അതിനെ നമ്മൾ തിരുത്തി കൊണ്ടുവന്നിട്ട് ഈ മേഖലകളിലേക്ക് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള മേഖലയിലേക്ക് കൊണ്ടുവന്നാലാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു താരം ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ പലതിലൊന്നായിട്ട് അവനും മാറും, അവളും മാറും. നമ്മളിപ്പോ അൻവർക്ക് ഈ ഈജിപ്തിനെ പറ്റി ഒരു ടാഗ് ചെയ്ത് വെച്ചാൽ, ഈജിപ്ത് ഇന്നിപ്പം നമ്മൾ പലപ്പോഴും ചില രാജ്യങ്ങളെ നമ്മൾ അത്രയൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. അപ്പം ഈജിപ്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും നല്ല മെഡിക്കൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ശരി. ഞാനിത് പറയാൻ കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്ഥാപനമാണ് എയിംസ്, ഡൽഹി എയിംസ്. അതിന് വേൾഡ് റാങ്കിങ് ഏതാണ്ട് 145 ആണ്. ഈജിപ്തിലെ കൈറോ യൂണിവേഴ്സിറ്റി 180 ആണ്. വലിയ വ്യത്യാസമില്ല. അപ്പം ഈജിപ്തിലുള്ള പല മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുടെയും റാങ്ക് ആ അർത്ഥത്തിൽ വളരെ മേലെയാണ്. ഇപ്പൊ ഇന്ത്യയിലുള്ള നമ്മുടെ കാലിക്കറ്റ് പിന്നെ ആവട്ടെ അല്ലെങ്കിൽ മറ്റേതാവട്ടെ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. കാരണം അതൊക്കെ എത്രയോ 5 ഡിജിറ്റിലേക്കൊക്കെ പോവാണ്. അപ്പം ഇതെല്ലാം കാണിക്കുന്നത് വലിയൊരു ഷിഫ്റ്റ് മോഡേൺ എഡ്യൂക്കേഷനിലുണ്ട്. ഈ എഡ്യൂക്കേഷൻ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകം അങ്ങോട്ട് പോകും. നമുക്കിവിടെ നമ്പേഴ്സ് ഉണ്ട്, പക്ഷെ ഈ എക്സലന്റ് ആയിട്ടുള്ള ആളുകളുടെ കുറവ് ഇന്ത്യക്ക് ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മളെ വിദ്യാഭ്യാസത്തിന്റെ അതായത് നയങ്ങളുണ്ട് നമ്മളെ വിദ്യാഭ്യാസ കരിക്കുലത്തിലുള്ള. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസങ്ങളിലൊക്കെ ആയിട്ട് പല ഡിസ്കഷൻസുകളിലും നമുക്ക് കോളങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അതായത് നമ്മള് +2 പഠിക്കുന്ന കുട്ടി എല്ലാവരും ഡിപ്ലോമക്ക് പഠിക്കുന്ന കുട്ടികളുടെ കരിക്കുലത്തിൽ കുറേ മുന്നത്തെ വിഷയങ്ങളാണ് അവരെ കരിക്കുലത്തിലുള്ള, അതിനെ മാറ്റിയെടുക്കേണ്ടത് അനിവാര്യമാണെന്നുള്ളത് പറയപ്പെടുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ ഏറെക്കുറെയൊക്കെ പ്രവർത്തിക്കുന്ന ആളാണെന്നുള്ളത് അൻവർക്ക്. ഇതിലിപ്പോ ഈജിപ്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈജിപ്തിൽ ഇപ്പം മെഡിക്കൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗിലും ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റികൾ മേലെയാണ്. ഇതിന്റെയൊക്കെ ഫലമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അതാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ ചർച്ചയുടെ ഒരു എസൻസ് എന്ന് പറയുന്നത് അതറിയുക എന്നുള്ളതാണ്. ഇന്ന് IT പ്രൊഫഷണൽസ് പ്രൊഫഷണൽസിനെ നോക്കുമ്പം നമുക്ക് കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് ഈജിപ്ഷ്യൻ യൂത്തിനോടാണ്. ഈജിപ്ഷ്യൻ യൂത്തിനോടാണ് നമ്മുടെ IT യൂത്ത് ഇന്ന് കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത്. വേൾഡ് ലെവലിലാണ് ഞാൻ പറയുന്നത്. വേൾഡ് ലെവലില് കമ്പനികൾ ഇന്ന് ഇന്ത്യയിലേക്ക് വേണോ ഈജിപ്തിലേക്ക് പോകണോ, ഹയർ ചെയ്യുമ്പം ഈജിപ്ഷ്യൻസിനെ വേണോ ഇന്ത്യക്കാരനെ വേണോ എന്നുള്ള ഒരു ചാൻസസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി അവർക്ക് ലഭ്യമാണ്. അപ്പൊ അത്രത്തോളം ഈജിപ്ത് വളർന്നു. ഈ വളർച്ച നമ്മൾ ആരും കണ്ടില്ലല്ലോ. ഇല്ല, ഒരു സ്ഥലത്തും ഈ രാജ്യത്തെ കുറിച്ച് ആരും സംസാരിച്ചില്ലല്ലോ. ബാക്കി ഒരുപാട് രാജ്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് അവൈലബിലിറ്റി വന്നപ്പം നമ്മൾ അതിനെ കുറിച്ച് നോക്കി. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, ചില രാജ്യങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മറികടക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള മേൽക്കോയ്മ എന്ന് പറയുന്നത്.
അപ്പൊ അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എന്തിൻ്റെ കുറവാണുള്ളത്? ഈ സ്ഥാപനങ്ങളുടെ കുറവാണോ, സിലബസിന്റെ കുറവാണോ, കോഴ്സസിന്റെ കുറവാണോ? ഇതൊക്കെ നമ്മൾ നോക്കിയാൽ ഇതെല്ലാം അത്യാവശ്യത്തിനുണ്ട് എന്ന് നമ്മൾ വെക്കുക. പക്ഷെ ഇതെല്ലാം കൂടി വരുന്ന ഒരു ഈക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. ഒരാൾ കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ അവൻ എന്തൊക്കെയോ ചെയ്യുന്നു. പിന്നെ ആ കോളേജിൽ പോയി വരുന്നത് മാത്രമാണ് വിദ്യാഭ്യാസ സമയത്ത് ഈ കുട്ടി ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അവന്റെ ആകപ്പാടുള്ളൊരു ഡ്യൂട്ടി ഇത് മാത്രമാണ്. ബാക്കി സമയമോ അതെങ്ങനെയാണ് എൻഗേജ് ചെയ്യുക? കാരണം ആകപ്പാടെ ഒരു 10-20 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ് വരെയാണ് നമ്മുടെ ഒരു ലേണിംഗ്, അല്ലെങ്കിൽ നമ്മൾ എന്താവണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ മാക്സിമൈസേഷൻ ഓഫ് ഈ നോളജും തോട്ട് പ്രോസസ്സും ഐഡിയേഷനും ഒക്കെ കടന്നു വരണ്ടേ? ഈ സമയത്ത് ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യൻ യൂത്ത് അല്ലെങ്കിൽ കേരള യൂത്ത്, നമ്മുടെ വീട്ടിലെ യൂത്ത് എങ്ങനെയാണ് സമയം കളയുന്നത്? ഈ ഇക്കോ സിസ്റ്റമാണ് നമുക്ക് സത്യത്തിലില്ലാത്തത്. ഇപ്പം നമ്മുടെ കുട്ടികൾ തന്നെ UK പോകുന്നു, പുറത്തേക്ക് പോകുന്നു. അവിടെ അവർ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഈക്കോ സിസ്റ്റം വഴിയാണ് അവർ ഇവിടെ സീറ്റ് കിട്ടാത്തവരാണല്ലോ പോകുന്നത്. പക്ഷെ MBBS കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ പഠിച്ചവൻ അവൻ്റെ ആ ഗ്രേഡ് അങ്ങനെ നിൽക്കുന്നു, പോയവൻ അവനേക്കാളും സ്മാർട്ടായിട്ട് മാറുന്നു. ഈ മാജിക് എന്താണ്? അത് കാണുന്നുണ്ട്, ശരിയാ പറഞ്ഞത്. ഈ മാജിക് എന്താണ്? ഈ മാജിക്കിനെ നമ്മളൊരു ഈക്കോ സിസ്റ്റം നമ്മൾ വിളിക്കുക. ഈ ഈക്കോ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇനി എന്താണിത് കുറച്ചും കൂടി എല്ലാവർക്കും മനസ്സിലാവണമെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി എന്താ? നമ്മളിപ്പോ നമ്മളെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി എന്താ? നമ്മളവരെ കല്യാണത്തിന് പറഞ്ഞേക്കുക, മറ്റേത് പറഞ്ഞേക്കുക, ഇങ്ങനെ അല്ലേ? നമ്മളിപ്പോ രാവിലെ എണീച്ചിട്ട് ഏതാ കല്യാണം എന്നാ ചോദിക്കുക. അപ്പോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റി മാറുക. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ ഇത്തരം ഈ സോഷ്യൽ എൻഗേജ്മെന്റുകൾ ഉണ്ടാകുമ്പോൾ തന്നെ ഈ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രയോറിറ്റി സെറ്റപ്പിലേക്ക് നമ്മൾ പോകണം. അപ്പൊ ഈ പ്രയോറിറ്റീസിനെ നമ്മൾ ഇപ്പോഴും ഗൗരവമായിട്ട് കണ്ടിട്ടില്ല. ഇതിൻ്റെയൊക്കെ ടോട്ടൽ പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നത്. എല്ലാ കുട്ടികളും സ്കൂളിൽ 100% സീറ്റും ഫുള്ളാണ്. കേരളത്തിന്റെ സാക്ഷരത എല്ലാം മേലെയാണ്. പക്ഷെ അതിൻ്റെ ഒരു എക്സലൻസ് മോഡലിലേക്ക് നമ്മൾ എത്താത്തത് ഈ പറഞ്ഞ ഈക്കോ സിസ്റ്റം നമ്മളുടെ ഭാഗത്ത് കുറവാണ് എന്നുള്ളതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ നേരത്തെ പറഞ്ഞതില് കരിക്കുലം മാറ്റുന്നതിൽ ഭരണകൂടം അവർ പറയുന്നുണ്ടെങ്കിലും മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള ഇത് നോക്കുമ്പോൾ നേരത്തെ ഇപ്പം ഉദാഹരിച്ച് പറയുകയാണെങ്കിൽ ഈജിപ്ഷ്യൻ സാഗ ആണെങ്കിലും അവർ ആ മാറ്റം വന്നത് തന്നെയാണോ, മാറ്റം വരുത്തിയത് തന്നെയാണോ എന്നുള്ളത് തന്നെയാണോ? അപ്പം നമുക്ക് പലപ്പോഴായിട്ട് ഇപ്പൊ തന്നെ കേരളത്തിൽ ഒരു ചർച്ചയാണ്, അതായത് ഈ സിലിക്കൺ വാലി സംവിധാനങ്ങൾ എന്നൊക്കെ പറഞ്ഞ വിദ്യാഭ്യാസത്തിനെ മോൾഡ് ചെയ്യുന്നതിൽ ചില ഏജൻസികളൊക്കെ ഇവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ തന്നെ അടുത്തായിട്ട് ചില കുട്ടികളൊക്കെ തന്നെ സ്കൂൾ പോകുന്നത് ഒന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് കുട്ടികൾ തന്നെ തുറന്നു പറയുന്നുണ്ട്. അതിനെ ഫേസ് ചെയ്തിട്ട് തന്നെ സാധാരണക്കാരുടെ മക്കൾ ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് നമുക്കും വീട്ടിൽ, കാരണം കുട്ടികൾ ട്യൂഷൻ വരെ ഈ ഓൺലൈനായിട്ട്, അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിൽ കുട്ടികൾ സ്കൂളിനെ മോണിറ്റർ ചെയ്ത് മുഴുവൻ മൊബൈൽ വഴി. അപ്പം അത്തരം ഒരു സിസ്റ്റവും നമ്മുടെ കരിക്കുലത്തിന്റെ ഓൾഡ് റണ്ണിങ് ഒക്കെ എങ്ങനെയാണ് അതിനെ ഒരു അഭിപ്രായം വല്ലതും ആ ഒരു തരത്തില്? ഇന്ന് ഈ സ്കൂളിലേക്ക് പോയി വരുന്ന എഡ്യൂക്കേഷൻ വേൾഡ് ലെവലിൽ തന്നെ കുറഞ്ഞു വരുന്നുണ്ട്. പല മോഡേൺ പാരൻസും അവരുടെ കുട്ടികൾക്ക് ഈ പറഞ്ഞ ഔട്ട്സൈഡ് സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അത് ഇന്ന് പല ഡെവലപ്ഡ് രാജ്യങ്ങളിലും, ഈവൻ ഇൻ ദുബായ്, ഇത്തരം സ്റ്റഡിക്ക് പ്രൊമോഷൻസ് ഉണ്ട്. ശരി, ഇത്തരം സ്റ്റഡികളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, അതിനും ഒരു ഈക്കോ സിസ്റ്റം അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കുട്ടി വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ സ്കൂളും ഇതും തമ്മിലുള്ള വ്യത്യാസം, സ്കൂളിൽ നമ്മൾ ടീച്ച് ചെയ്യുന്നു, മറ്റൊടത്ത് നമ്മൾ ലേൺ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ലേണിംഗ് പ്രൊസീജിയർ ആണല്ലോ. ഇനിയിപ്പോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാലും നിങ്ങളിൽ നടക്കേണ്ടത് ലേണിംഗ് പ്രൊസീജിയറാണ്. അത് നടക്കുന്നില്ലെങ്കിൽ എൻ്റെ ഈ ടീച്ചിങ്ങിന് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ലേണിംഗ് പ്രോസസ്സിനെ മോണിറ്റർ ചെയ്യുന്ന രൂപത്തിലാണ്
ഈ പറഞ്ഞ ഓൺലൈൻ എഡ്യൂക്കേഷൻസ് ആയാലും ഓഫ്ലൈൻ എഡ്യൂക്കേഷൻസ് ആയാലും ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോ ടു നെക്സ്റ്റ് ലെവൽ. അതെ അതെ അതെ. അല്ലാതെ നിങ്ങളൊരു പരീക്ഷ എഴുതിക്കോ എന്നിട്ട് ജയിച്ചോ എന്നിട്ട് അപ്പുറത്ത് പോയിക്കോ എന്നുള്ള കണ്ടംപററി ഇപ്പോഴത്തെ ഒരു പിന്നെ സമകാലീനമായിട്ട് ഇപ്പം നിൽക്കുന്ന സാധനം മാറും. അതിന് ഇനി വലിയ സ്കോപ്പൊന്നുമില്ല. കാരണം നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞല്ലേ നമ്മൾ എക്സലൻസിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ള കുറിച്ച് സംസാരിക്കാറില്ല. നമ്മളിപ്പോൾ ചെയ്യുന്ന ഏറ്റവും മാർക്ക് കിട്ടിയ കുട്ടികളെ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ അത് ചെയ്യാറുള്ളത്. എത്രയോ കാലങ്ങളായിട്ട് പല ഗ്രൂപ്പുകളും പല സംഘടനകളും പല സ്കൂളുകളും പല കോളേജുകളും അവരുടെ ഗ്രേഡ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, ഗ്രേഡ് കൂടുന്നു. ഇന്ന് ആ കുട്ടികളുടെ സ്ഥിതി എന്താ? ടെമ്പററി ആയിട്ട് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ എക്സാം നല്ല രീതിയിൽ വിജയിച്ച് 100% കിട്ടി, അല്ലെങ്കിൽ വേൾഡ് റാങ്ക് ഇയാൾക്ക് കിട്ടി, അല്ലെങ്കിൽ ഇവിടുത്തെ എക്സാമിന്റെ റാങ്ക് ഇയാൾക്ക് കിട്ടി. 10 കൊല്ലം കഴിഞ്ഞു. ആ കക്ഷിയൊന്ന് നോക്കൂ, ഇപ്പോൾ അയാൾ എവിടെയാണ്? ഒരു കാലത്ത് നമ്മൾ നമ്മുടെ എല്ലാ എഫേർട്ടും പണവും സമയവും കൊടുത്ത് പൊക്കിക്കൊണ്ടുവന്ന ഒരാള്, നമ്മളെല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അവനെ പഠിച്ചു. അവൻ റാങ്ക്, ആ സമയത്ത് റാങ്കും കിട്ടി. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അവൻ്റെ ബോർഡൊക്കെ വെച്ച് തകർത്തു. 10 വർഷത്തിന് ശേഷം അതിൻ്റെ ഒരു എവിടെ എത്തി എന്നുള്ള സ്റ്റാറ്റസ് സ്റ്റഡി നമ്മൾ ചെയ്യാറില്ല. ചെയ്യാൻ കഴിയില്ല, അതൊരു പരാജയമായിരിക്കും. ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള പിന്നെ ഹോം സ്കൂളിംഗ് ഇന്ന് എല്ലാ രാജ്യങ്ങളിലും നന്നായി കയറി വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരു മെൻറ്ററിങ് ഒരു ഗ്രൂപ്പ് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂൾ ടീച്ചർ സ്റ്റുഡൻ്റ് എന്നുള്ളത് മാറി ലേണർ ആൻഡ് മെൻറ്റർ എന്നുള്ളതിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അത്യാവശ്യം ബുദ്ധിയുണ്ടെങ്കിൽ ഏത് പാരൻറ്റും ഇന്ന് ചെയ്തു പോകുന്നൊരു സാധനമാണത്. കാരണം നമ്മളെ കുട്ടിയെ അവൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വേൾഡിലേക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്ത. നമുക്ക് കൂട്ടി വായിക്കാനോ കണക്ക് കൂട്ടാനോ ഒക്കെ ഉള്ള ആവശ്യങ്ങളിൽ നിന്ന് മാറി എല്ലാത്തിനും ഒരു പ്രോഗ്രസീവ് സ്റ്റെപ്സ് ഉണ്ടല്ലോ. ഈ പ്രോഗ്രസീവ് സ്റ്റെപ്സ് മാറി ഇന്ന് എത്തിയിരിക്കുന്നത് വാട്ട് ഹി ക്യാൻ ഡു ടു ദി വേൾഡ്. ലോകത്തിന് എന്ത് കൊടുക്കാമെന്നുള്ള ആലോചനയിലേക്കാണ് പാരൻസ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ മെന്റാലിറ്റി ഒരു കുട്ടിയെ കാണുമ്പോൾ അവനെ എങ്ങനെയാണൊരു വേൾഡ് സിറ്റിസനാക്കി മാറ്റാൻ പറ്റുന്നുള്ളതാണ്. എല്ലാവരും സംസാരിക്കുന്ന ഒരാളായിട്ട് മാറ്റാൻ പറ്റുന്നുള്ളതാണ്. അങ്ങനെ എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്? ഇപ്പം ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത ആളുകൾ എന്ന് പറയുമ്പം ഏതോ കാലത്തുള്ള പേരുകളാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കൊരു ഒരുപക്ഷെ APJ അബ്ദുൽ കലാം എന്ന് ലോകത്ത് ഇന്ത്യൻ സയന്റിസ്റ്റ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാണ്. അമർത്യ സെൻ സാമ്പത്തിക മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആളാണ്. മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ CV രാമൻ, രാമാനുജൻ, അങ്ങനെ പറയുന്ന ഒരുപാട് സ്റ്റാൾവാർഡ്സുകളായിട്ടുള്ള ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് വേൾഡില്. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഇത്തരം ആളുകൾ കുറഞ്ഞു വരുന്നു. നമ്മൾ എല്ലാവരും സാധാരണക്കാരായിട്ട് മാറി എക്സലന്റിലേക്ക് പോകാത്തത്. എന്നാൽ മറ്റു രാജ്യങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഭരണകൂടത്തിന് വലിയൊരു പങ്കില്ലേ? പങ്കുണ്ട്, ഭരണകൂടത്തിന് പങ്കുണ്ട്. നമ്മുടെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ഫാമിലിക്ക് പങ്കുണ്ട്. നമ്മൾ ഭരണകൂടത്തിനെ നമുക്ക് മാത്രം കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ പറച്ചിൽ മാത്രം നടക്കുള്ളൂ. അത് നമ്മൾ ഈ ഭരണകൂടം എന്ന് പറയുന്നത് ഇത്തരം ഫാമിലികളിൽ നിന്ന് വരുന്ന ആൾക്കാർ തന്നെയാണ്. ഇപ്പം നമ്മുടെ ഇതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഓരോ ജനസമൂഹത്തിനും അവർക്ക് യോജിച്ച ഭരണാധികാരികളെ കിട്ടുള്ളൂ. അപ്പൊ ഭരണാധികാരികളെ നമ്മൾ മാറ്റണം, അതോടൊപ്പം നമ്മളും മാറണം. ഇത്തരം കാര്യങ്ങള് ഭരണാധികാരികൾക്ക് മാത്രം വിട്ടുകൊടുത്തിട്ട് അവർ നമ്മളെ നന്നാക്കുമെന്ന് വിചാരിച്ചിരിക്കണ്ട. ഈ നമ്മൾ നന്നാവാനുള്ള സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ എന്തെല്ലാം വേണോ അത് ശക്തമായി ആവശ്യപ്പെടുന്നതാണ് ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത്. നമുക്ക് തോന്നുന്നത് ആവശ്യപ്പെടുന്നതല്ല. ഒരു സമൂഹത്തിന് ഉയരാനുള്ള സൗകര്യങ്ങൾ എന്തെല്ലാം വേണോ അത് ആവശ്യപ്പെടുന്നിടത്താണ് ജനാധിപത്യ പ്രക്രിയ ആരംഭിക്കുന്നത്. അത് അന്നത്തെ ഭരണകൂടം തിരഞ്ഞെടുത്താണ് അവരുടെ കമ്മിറ്റ്മെന്റ് പൂർത്തിയാകുന്നത്. അതായിരുന്നു കുറെ കാലം വരെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ലോ ആണെങ്കിലും ഓരോ 5 വർഷം കഴിഞ്ഞാണെങ്കിലും നമ്മൾ പലപ്പോഴും പലതായിട്ട് നേടിയെടുത്തതിൻ്റെ
ഫലമായിട്ടാണ് ഇത്രയെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം ഈ എഡ്യൂക്കേഷൻ രംഗത്ത് മാത്രമല്ല, ഇപ്പം ആരോഗ്യ രംഗത്ത് പോലും നമുക്ക് വിചിത്രമായ നീക്കങ്ങളാണല്ലോ ഇപ്പം ഇവിടെ നടക്കുന്നത്. ഇപ്പം വലിയ കമ്പനികൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് പർച്ചേസ് ചെയ്യണം. എന്തിന്? ഇപ്പം VD സതീശൻ നേരത്തെ പറഞ്ഞ പോലെ 200 കോടി രൂപയുടെ ഒരു ബെഡ് സ്പേസിന് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് മൂപ്പരൊരു കണക്ക് അവതരിപ്പിച്ചിരുന്നു. അവിടെ നമ്മൾ നോക്കേണ്ടത് അവരുടെ അത്തരം കണക്കുകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, എന്തായാലും ലാഭം കാണുന്നുണ്ട്. അതെ അതെ അല്ലേ? അതായത് നല്ല രീതിയിലുള്ള പിന്നെ ഈ ടാർഗറ്റ് ഓഡിയൻസിനെ, ഞാനതിനെ ഒരു കോമൺ ഇതിലേക്ക് പേഷ്യന്റ് ഞാൻ വിളിക്കുന്നില്ല. ഇത് ഹോസ്പിറ്റലിൽ പോവുക പേഷ്യന്റ് ആണല്ലോ, അത് ഞാൻ വിളിക്കുന്നില്ല. പേഷ്യന്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഗ്രേഡ് കൂടിയ സംഭവമാണ്. ഇന്ന് നമ്മുടെ ഈ ഭാഗത്ത് ഹോസ്പിറ്റലിന്റെ മുന്നിൽ പോയി നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് പേഷ്യന്റ് ആണോ അതല്ല ടാർഗറ്റ് ഓഡിയൻ ആണോ എന്നുള്ളത്. മീൻസ് നിങ്ങളുടെ മസ്തിഷ്കത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് എത്തിക്കുന്നതിൽ ഇന്നത്തെ അവരുടെ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഈ അഡ്വർടൈസ്മെന്റുകൾക്ക് പോലും കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ടാർഗറ്റ് ഓഡിയൻ എന്ന് പറയാൻ കാരണം. പലപ്പോഴും രോഗത്തിനല്ല, അയാളുടെ തോന്നലുകൾക്കാണ് ചികിത്സ നടക്കുന്നത്. അപ്പം ഇവിടെ അത്തരം കാര്യങ്ങൾ വിജയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഭക്ഷണ രീതികളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. ഇപ്പൊ കേരളത്തിന്റെ തെരുവുകളിൽ നമ്മളൊരു കാർ ഓടിച്ച് പോവുകയാണെങ്കിൽ ഒരു 3 മണിന്റെ 6 മണിന്റെ ഇടയിൽ പൊരിക്കടികൾക്കിടയിൽ എണ്ണക്കടികൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന ഒരു വലിയ യൂത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ യൂത്ത് കൊടുക്കുന്ന ഒരു എക്കണോമിക് ഡാറ്റ ഉണ്ട്. എന്നുവെച്ചാൽ നാളെ ഞാൻ നിങ്ങളുടെ ആളായിട്ട് അവിടെ വരും. ഇത് തിന്നാൽ എന്താ സംഭവിക്കുക നമുക്കറിയാം. ഇത് തിന്നാൽ എന്താണ് അതുവഴി ഉണ്ടാകുന്ന മോശങ്ങൾ എന്നാണ് നമുക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു ഇൻഡസ്ട്രി നന്നായി ഇന്ന് വിജയിക്കുകയാണ്. ഇന്ന് വലിയ റെസ്റ്റോറൻറ്റുകൾ പിന്നെ സാമ്പത്തികമായിട്ട് പ്രയാസം നേരിടുമ്പോൾ ഇത്തരം സ്നാക്സ് ആൻഡ് കേക്ക്സ് ഇൻഡസ്ട്രീസ് നന്നായി വളരുന്നു. അതെ, തീർച്ചയായിട്ടും നന്നായി വളരുന്നു. അപ്പോൾ ഒരു ഗ്ലോബൽ ഹോസ്പിറ്റൽ ചെയിൻസ് അല്ലെങ്കിൽ ഗ്ലോബൽ ഹെൽത്ത് സർവീസ് ടീം എന്നൊക്കെ പറയുന്നത് അവർ വെറുതെ വന്നിട്ട് ഒരു ഹോസ്പിറ്റൽ എടുക്കുന്നില്ല. അവരതിൻ്റെ കംപ്ലീറ്റ് ഡെമോഗ്രാഫിക് ആയിട്ടുള്ള സ്റ്റഡി നടത്തും. ഇവിടെ ടാർഗറ്റ് ഓഡിയൻസ് എങ്ങനെ ഉണ്ടാകുന്നു, പേഷ്യൻസ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു, റിയൽ പേഷ്യൻസ് എങ്ങനെ ഉണ്ടാകുന്നു, ഇതെല്ലാം ടയർ വെച്ച് പരിശോധിച്ചിട്ടാണ് ഇവർ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കില്ല? ഇതിനിപ്പം അവർ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് സ്റ്റഡി നടത്തുന്നു. നമുക്ക് കാർ എടുത്തു പോയാൽ കാണാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതെ അതെ. അപ്പം ജനങ്ങളുടെ ഒരു സ്റ്റൈല് ഇന്നിപ്പം നമുക്ക് മാർക്കറ്റിൽ കാണാവുന്ന കാര്യങ്ങൾ എന്താ? ഏറ്റവും കൂടുതൽ കുറേ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ വന്നിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള മെൻസ് വെയർ വേറെ, ലേഡീസ് വെയർ വേറെ, കിഡ്സ് വെയർ വേറെ, അങ്ങനെ ഒരു പിന്നെ അതിനെ മൈക്രോ ചെയ്തിട്ട് ഓരോ ഓഡിയനെയും നമ്മളിങ്ങനെ കൊണ്ടുവരികയാണ് അങ്ങോട്ട്. ഡ്രസ്സിങ് സ്റ്റൈൽ മാറുന്നു, അല്ലെങ്കിൽ ഡ്രസ്സിങ് എല്ലാ ദിവസവും എടുക്കേണ്ട ഒരു സാധനമാണ് എന്നുള്ള രൂപത്തിലേക്ക് നമ്മളെ കുട്ടികൾ എത്തുന്നു. ആരാണിത് പ്രൊമോട്ട് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഈ കടികൾ, അത് വീട്ടിൽ നിന്ന് ചായ കുടിക്കുന്നതിന് പകരം പുറത്തു പോയി അവിടെ ഒരു ആളുകൾക്കിടയിൽ ഇരുന്ന് ചായ കുടിക്കുന്നു, കടികൾ തിന്നുന്നു. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ അത് ആരോഗ്യപരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നത് മനസ്സിലാക്കിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഈ വലിയ ചെയിൻസ് കേരളത്തിൽ വന്നിട്ട് പിന്നെ ആശുപത്രി എടുക്കുമ്പം ചെറിയ ബുദ്ധിക്ക് നമുക്ക് ആലോചിക്കാലോ. ഇവിടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യണ എന്താ? ഇത്തരം വലിയ കമ്പനികൾ ഇപ്പം കോഴിക്കോട്ടെ പല ആശുപത്രികൾ എടുത്തു. അപ്പൊ നമ്മളെ ചർച്ച എന്താ? ചികിത്സക്ക് വില കൂടുമോ? നമ്മൾ ചർച്ച ചെയ്യുന്നത് ചികിത്സക്ക് വില കൂടുമോ എന്നുള്ള അതിന്റെ ഒരു കാണുന്ന പ്രതിഭാസം മാത്രമാണ്. അതല്ല അവിടെ ചർച്ചാ വിഷയം. എന്താ ഇവിടെ വരാൻ കാരണം എന്താണ്? എന്തുകൊണ്ട് അവരിവിടെ വന്നു? ഇത് ചർച്ച ചെയ്യുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. സർക്കാർ ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ ആളുകൾ അതിൽ ബോധവാണോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം പ്രിക്കോഷൻ
ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ടാവില്ല. ഇല്ല. ഇപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യൂത്ത് എങ്ങനെയാണ് ജീവിക്കുന്നത്. ഇപ്പം നമ്മളായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന രാജ്യങ്ങളുടെ യൂത്തുകളെ നമ്മളൊന്ന് പഠിക്കണ്ടേ. അവൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുന്നു, മെന്റൽ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുന്നു, സൈക്കോളജിക്കൽ ആയിട്ടുള്ള. പിന്നെ ഇവിടെ സൈക്കോളജി ഡോക്ടറെ കാണാൻ പോകുന്നത് രോഗിയായി മാറുന്നതാണ്, അല്ലെങ്കിൽ രോഗിയെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അവിടെ ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അനലൈസിങ് നടക്കുന്നത് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് പോലെ തന്നെ ഇവന്റെ മെന്റൽ ഫിറ്റ്നസ്സും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫിറ്റ്നസ്സും ഇമോഷണൽ ഫിറ്റ്നസ്സും ഒക്കെ റെഡിയാക്കി നിർത്താൻ വേണ്ടിയാണ്. അതവിടെ സാധാരണ പ്രൊസീജിയറാണ്. വലിയ കമ്പനികളിൽ തന്നെ അവർക്ക് എന്തുണ്ട്, ഇത്തരം കൗൺസിലിംഗ് പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളിക്കും, അവർ കാണും, നമുക്കത് സെറ്റിൽ ചെയ്ത് തീർക്കാം. നമ്മുടെ ഇവിടെ ഈ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിനെ കാണാൻ പോയി നിന്ന രഹസ്യമായിട്ട് പോകുന്നൊരു സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ശരിക്കും നമുക്ക് പറഞ്ഞ പോലെ, അൻവർക്ക പറഞ്ഞ പോലെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കാൻ വേണ്ടി ആർക്കും എപ്പോഴും സമീപിക്കേണ്ട ആളുകളാണ് യഥാർത്ഥം, അല്ലെ? അതായത് ഈ മോഡേൺ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടുന്നത് സൈക്കോളജിസ്റ്റിനാണ്. അതെ അതെ അതെ. എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടുന്നത് കാർഡിയോളജിസ്റ്റ്. ഇതൊക്കെ ഇതിന്റെ ഒരു എന്ത് ഡയമെൻഷനത് നമുക്ക് തരുന്നത്. അപ്പം നമ്മുടെ യൂത്ത്, നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ട യൂത്ത് എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ യൂത്ത് എങ്ങനെ ജീവിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇവരെ സമയം സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവർക്ക് വേണ്ടി എത്രത്തോളം പിന്നെ തയ്യാറെടുപ്പ് നടത്തുന്നു. എനിക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തല്ലോ, അതിൽ എൻ്റെ ഫിറ്റ്നസ് വരും, എൻ്റെ ഓവറോൾ ഹെൽത്ത് വരും, എൻ്റെ നോളജ് വരും. ഞാൻ ടൈം ടു ടൈം ഈ ലോകത്ത് നടക്കുന്നതിന് ഞാൻ മനസ്സിലാക്കണ്ടേ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതിന് ഞാൻ എൻഗേജ് ചെയ്യുന്ന ടൂൾസ് ഞാൻ ഡെവലപ്പ് ചെയ്യണം. ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞ പോലെ നമ്മൾ ഓപ്പോസിഷൻ മിനിസ്റ്റർ പറഞ്ഞ് യുവജനങ്ങൾക്ക് വേണ്ടി ഒരു വകുപ്പ് മാത്രം UDF വരുവാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വേണമെങ്കിൽ അൻവർക്ക പറഞ്ഞ പോലത്തെ തോട്ട്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നാടിനൊരു രക്ഷയുള്ളൂ എന്നുള്ളതാണ് നമുക്കൊക്കെ പറയാനുള്ളത്, അല്ലേ? ഇപ്പം ഇത്ര കണ്ട് നമ്മൾ സംസാരിച്ചില്ലേ, ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ഭാവി തലമുറന്റെ കാര്യം ബേജാറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. ഇതൊരു കൾച്ചറൽ പെർസ്പെക്റ്റീവാണ്. സത്യത്തിൽ നമ്മളിതിങ്ങനെ ബിസിനസ്സിൽ നിന്ന് വന്ന് ഹെൽത്തിലേക്കും സ്പോർട്സിലേക്കും വെൽബീയിങ്ങിലേക്കും ഒക്കെ നമ്മൾ പോയി. ഇതെല്ലാം കൂടി നമ്മൾ ഒറ്റവാക്കിൽ നമ്മൾ പറഞ്ഞ ഒരു ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യണം എന്നുള്ളത്. ഈ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നതിനെ നമ്മൾ ഒന്ന് മാറ്റിപ്പിടിച്ചാൽ ഇതെല്ലാം ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കേണ്ടതാണ്. ഇപ്പൊ നമ്മള് വെള്ളക്കാരന്റെ കൾച്ചർ എന്ന് പറയാറുണ്ട്. അതെന്താണ്? അവൻ കൃത്യമായ സമയത്ത് ഉറങ്ങുന്നു, കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, കൃത്യമായ സമയത്ത് എല്ലാം ചെയ്യുന്നു. ഔട്ട് ഓഫ് ടൈമിൽ അവൻ മൊബൈൽ പോലും എടുക്കില്ല. ഇഫ് യു വാണ്ട് ടു കോൾ മീ, കോൾ ദിസ് അവേഴ്സ്. മറ്റേ അവേഴ്സ് നിനക്കുള്ളതല്ല, എനിക്കുള്ളതാണ്. ഇറ്റ് ഈസ് മൈ സെൽഫ് ടൈം. ഇതവിടെ സ്ട്രിക്റ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്യുന്നു. ഈ സ്ട്രിക്റ്റ് ടൈമിലാണ് അവർ അവരുടേതായ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നത്, സെൽഫ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നത്. അത് റീഡിങ് ആവാം, പ്ലേയിങ് ആവാം, സോഷ്യൽ ആയിട്ടുള്ള ഗാദറിങ് ആവാം. ഇപ്പൊ നമ്മളിവിടെ ഒരു സോഷ്യൽ ഗാദറിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ 10 ആളുണ്ടെങ്കിൽ 10 ആളും മൊബൈലിലായിരിക്കും. പിന്നെ അതിനെ എങ്ങനെയാണ് സോഷ്യൽ ഗാദറിംഗ് എന്ന് വിളിക്കുക? അപ്പൊ ഇത്തരം സിമ്പിൾ സാധനങ്ങളെ പോലും നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതൊരു കൾച്ചറൽ ഡാമേജ് ആണ്. അതിനെ റിപ്പയർ ചെയ്യണം. അപ്പൊ ഒരു കൾച്ചറൽ ഇംപ്രൂവ്മെന്റ് വന്നാൽ തന്നെ ഇത് പെട്ടെന്ന് മാറും. ഇപ്പം ഈ വിദ്യാഭ്യാസം ഇവിടെ വന്നത് വിദ്യാഭ്യാസത്തെ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ടല്ല, വിദ്യാഭ്യാസ കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയെടുത്തോണ്ടാണ്. ഇപ്പം ഗൾഫിലേക്ക് പോകുന്നത് എല്ലാവർക്കും വലിയ താല്പര്യമായിട്ടല്ല, ഗൾഫിലേക്ക് പോകുന്നത് ഒരു കൾച്ചറായി മാറിയതുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ പോയത്. ശരിയാ. അതൊരു കൾച്ചറാണ്, അത് തെറ്റില്ലാത്തൊരു സാധനമാണ്. ഇത്രയും നേരം പറഞ്ഞത് ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ യുവതലമുറനോട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും ജോലിയൊക്കെ ചെയ്ത ആളാണ് അൻവർക്ക. അതുപോലെ തന്നെ പ്രവാസത്തിലും ഒരുപാട് പങ്കാളിത്തം വഹിച്ച ആളാണ്. ഇവിടെ ഇപ്പോഴും വ്യാവസായിക മേഖലയിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഒറ്റ വാക്കിൽ ഒരു ക്യാപ്സ്യൂളായിട്ട് യുവതലമുറനോട് പറയാനുള്ള അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തായിരുന്നു? ഇപ്പം യൂത്ത് ആയാലും എനി പേഴ്സൺ ആയാലും ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, നമുക്ക് വേണ്ടി സമയം കണ്ടെത്തണം. നമ്മുടെ ഇംപ്രൂവ്മെന്റ്
ഉറപ്പുവരുത്തണം. നമ്മൾ നമ്മളെ തന്നെ എന്നും കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ അറിവുകളെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം, നമ്മുടെ കണക്ഷൻസിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം, നമ്മുടെ കാഴ്ചയെ വർദ്ധിപ്പിക്കണം, നമ്മുടെ കേൾവിയെ വർദ്ധിപ്പിക്കണം. ഇതെല്ലാം നമുക്ക് ഗ്രോത്ത് തരുന്ന രൂപത്തിലേക്ക് മാറ്റണം. ഇങ്ങനെ വരുമ്പോഴാണ് കാത്തിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് ഓപ്പർച്യൂണിറ്റി അവിടെ നിൽക്കുന്നുണ്ട്, അതിലേക്ക് നമ്മൾ ഉയർന്നു പോയാലേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സംഭവം യൂത്ത് അല്ലെങ്കിൽ എനി പേഴ്സൺ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അയാളൊരു എടുക്കാത്ത ഒരു നാണയമായിട്ട് മാറ്റേണ്ടി വരും. കാരണം ഈ അവസരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്, നമ്മൾ അതിലേക്ക് എത്തണം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സെൽഫായിട്ടുള്ള ഡെവലപ്മെന്റ് നമ്മൾ ചെയ്യണം. അത് നമ്മൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങളിലേക്ക് വന്നു, നാട്ടിലേക്ക് വന്നു. അങ്ങനെയുള്ള നമ്മൾ കോപ്പി കാറ്റാണല്ലോ നമ്മളെന്ന് പറയുന്നത്. ഈ കോപ്പി ചെയ്യാൻ ഏറ്റവും മിടുക്കന്മാരാണ് മലയാളികൾ. അപ്പൊ ഒരു വീട് നന്നായി മതി, ആ പഞ്ചായത്ത് നന്നാവും, ആ വാർഡ് നന്നാവും. അത് അനുഭവമാണ്. മലപ്പുറം ജില്ലയിലെ ചില മേഖലകളിൽ വിദ്യാഭ്യാസപരമായി വളരെ മുന്നിൽ നിൽക്കുകയാണ്. അതിന് കാരണം എന്താ? അവിടെ അതൊരു കൾച്ചറായി മാറി എന്നുള്ള ആവശ്യം എന്നുള്ളതല്ല, നിങ്ങൾക്ക് പഠിക്കേണ്ടത് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അതൊരു കൾച്ചറായി മാറി. പിന്നീട് ഇതിപ്പോ സാർവത്രികമായിട്ട് എല്ലായിടത്തും വിദ്യാഭ്യാസം വന്നു. മറ്റു സമയങ്ങളിൽ ചില മേഖലകളിൽ അരീക്കോട് പോലെയുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസത്തിനെ കൊടുത്ത ഇമ്പോർട്ടൻസ് വലുതാണ്. അപ്പം നമുക്കറിയാലോ, ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു രീതി, മലബാറിന്റെ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ LP സ്കൂളല്ല ആദ്യം തുടങ്ങിയത്, നമ്മൾ ഫറൂഖ് കോളേജ് ആദ്യം. നമ്മള് ഏതാണ്ട് ഒരു 10ാം ക്ലാസ്സിലെത്തുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി തുടങ്ങി, അല്ലേ? അപ്പം ഇങ്ങനെ മുൻകൂട്ടി ചിന്തിച്ചത് കൊണ്ടാണ് 400 വർഷത്തെ പീഡനങ്ങൾക്ക് ശേഷവും 40 വർഷം കൊണ്ട് ഒരു സമൂഹത്തിന് മുന്നോട്ടെത്താൻ പറ്റിയത്. 400 വർഷമാണ് ഈ പ്രദേശത്തെ ആളുകളെ തളച്ചിട്ടത്. അത് യുദ്ധങ്ങൾ പോയി, അത് ആ ഒരു കോളനി ഭരണങ്ങൾ, പോർച്ചുഗീസ് ആവട്ടെ ബ്രിട്ടീഷുകാരാവട്ടെ, അതിനെ നമ്മൾ 921 കഴിഞ്ഞു. 940 50 എത്തുമ്പോഴാണ് നമ്മൾ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത്. ഫറൂഖ് കോളേജിന്റെ ചിന്ത വരുന്നു, 60 യൂണിവേഴ്സിറ്റി കടന്നു വരുന്നു, നിരവധി സ്ഥാപനങ്ങൾ വരുന്നു. കോളേജും LP സ്കൂളും ഒരുപോലെ തുടങ്ങുന്ന ഒരു സമുദായം ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല. ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹം വേറെ ഉണ്ടായിട്ടില്ല. അത് ഇച്ഛാശക്തിയുള്ള ഭരണകർത്താക്കൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഇച്ഛാശക്തി കൊണ്ടുവരുന്നു, ഇതിനെ ഒരു സംസ്കാരമാക്കി മാറ്റും. അറിവ് എന്ന് പറയുന്നത് ഒരു സംസ്കാരമായി മാറുന്ന, അപ്പൊ കൾച്ചറൽ ആയിട്ടുള്ള എംപവർമെന്റ്. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ അതും പല എന്താ പറയാ, ഈ CH മുഹമ്മദ് കോയ സാഹിബിനെ പോലത്തെ ഉള്ള ആളുകൾ അത് കൾച്ചറാക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് സ്കൂളിലേക്ക് വരാത്ത കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി ഭക്ഷണം, അതുപോലെ തന്നെ സ്കോളർഷിപ്പ് എല്ലാം സ്കൂളുകളിൽ തുടങ്ങിയ സംവിധാനങ്ങളുണ്ട്. അതിപ്പോ CH ആവട്ടെ, CD സാഹിബ് ആവട്ടെ. CD സാഹിബിന്റെ ഒക്കെ ഒരു ഇതെന്താ വെച്ചാൽ സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്തണം, അതിന് വരണം വഴി സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതോടൊപ്പം തന്നെ CD സാഹിബിന്റെ വലിയൊരു ചിന്തയാണ് CHന്റെ പ്രസംഗങ്ങളിലൂടെ വരുന്നത്. ആരാന്റെ വെള്ളം കോരികളും വിറകുപെട്ടികളുമായി മാത്രം മാറേണ്ടതല്ല ഈ സമൂഹമെന്ന് CH പറയുന്നിടത്ത് അത് കേൾക്കുന്നവന് മനസ്സിലുണ്ടാകുന്ന ഒരു ആത്മാഭിമാനത്തിന്റെ ഉയർച്ചയുണ്ട്. തീർച്ചയായും അതാണ് കൾച്ചർ എന്ന് പറയുന്നത്. ആ ഒരു കൾച്ചറൽ എംപവർമെന്റിലേക്ക് കൂടി ഇപ്പം CH സ്കൂളുകൾ തുടങ്ങി, കോളേജ് തുടങ്ങി എന്നുള്ളത് മാത്രമല്ല CH മുഹമ്മദ് കോയ സാഹിബിനെ നമ്മൾ കാണേണ്ടത്. പലപ്പോഴും നമ്മൾ ഈ നേതാക്കന്മാരെ അവതരിപ്പിക്കുന്നിടത്ത് നമ്മുടെ അറിവിന്റെ പരിധിയാണ് പലപ്പോഴും പുതുതലമുറയിലേക്ക് ഇവരെ വേണ്ടത്ര കൊടുക്കാൻ നമുക്ക് പറ്റാത്തത്, പ്ലേസ് ചെയ്യാൻ കഴിയാത്തത്. കാരണം സ്കൂൾ തുടങ്ങുക, കോളേജ് തുടങ്ങുക എന്നത് ഇന്ന് അവരെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. അപ്പൊ ഇത്ര ചെറിയ കാര്യത്തിനാണോ ഇയാൾ ഇത്ര മഹാനായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മളൊരു മാറ്റം കൊടുക്കണം. അപ്പം CD സാഹിബിനെ പോലെയുള്ള ആൾക്കാര് CH പ്രസംഗിക്കുന്നത് ആരോടാ? CH പ്രസംഗിക്കുന്നത് PhD കാരനോടല്ല. സ്കൂളിന്റെ ആകെപ്പാടെ നമ്മുടെ മദ്രസക്ക് മുമ്പ് ഓത്തുപള്ളിയിൽ പോയി അതിൻ്റെതായിട്ടുള്ള അറബി മലയാളം അറിയുന്ന ഒരു സമൂഹത്തോടാണ് CH പറയുന്നത്. എന്താ പറയുന്നത്? വെള്ളം കോരികളും വിറകുപെട്ടികളുമായി മാത്രം മാറരുത് എന്ന് പറയുന്നത്. അത് അവരുടെ ജോബിനെ ഇകത്തിയതല്ല, അവർക്ക് ആത്മാഭിമാനത്തിന്റെ ഒരു ബോധട്ട് കൊടുത്തതാ. അതാണ് കത്തിയത്, അത് സ്പാർക്ക് ചെയ്തു, അത് ഇഗ്നേറ്റ് ചെയ്തു. അതുവഴി പിന്നെ നമ്മൾ കാണുന്ന എന്താ?
ഭാഷാ സമരം പോലും വന്നത് എന്താ? ഭാഷാ സമരം അറബിക് ഭാഷയോടുള്ള ഒരു സംഭവമല്ല. ഈ മുസ്ലിം സമൂഹം അന്ന് കാണിച്ച ഈ കൾച്ചറൽ എംപവർമെന്റിനെ, അതിനെ എഡ്യൂക്കേഷൻ എന്നോ അല്ലെങ്കിൽ പിന്നെ എമിഗ്രേഷൻ പ്രവാസം എന്നോ ഒക്കെ നമുക്ക് വിളിക്കാം, ഇതിനെ തടയിടാനുള്ള ബോധവുമായ സംഭവമാണ്. പക്ഷെ അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇതിപ്പോ പറഞ്ഞപ്പോ പറയാ, ഈ ഭാഷാ സമരം പറയുമ്പോഴേ ഭാഷാ സമരത്തില് അറബി ഭാഷ മാത്രല്ലല്ലോ, അല്ല, ഉറുദു ഉണ്ട്, അതുപോലെ തന്നെ സാൻസ്ക്രിറ്റും ഉണ്ട്. സംസ്കൃത ഭാഷ പലപ്പോഴായിട്ട് സംസ്കൃത ഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദു വേദഗ്രന്ഥങ്ങളുടെ പ്രതിദാനം ചെയ്യുന്ന ഭാഷയാണ്. ആ ഭാഷക്കും ബലി കൊടുത്തത് മുസ്ലിം ലീഗിന്റെ യുവാക്കളാണെന്നുള്ളത് അവിടെ പലപ്പോഴും മുസ്ലിം ലീഗിന്റെ വേദിയിലുള്ള പ്രാസംഗികർ ഇത് പരാമർശം നടത്താത്തതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇവിടെ എന്താ അറിയോ, ഇവിടെ നമ്മൾ ഭാഷാ സമരത്തെ പോലും നമ്മളൊരു അറബിക് ഭാഷയോടുള്ള ഒരു കേവലം ഒരു പ്രതിരോധ പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. അതല്ല, 957 കേരള പിറവിക്ക് ശേഷം അല്ലെങ്കിൽ 969 CPM അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPM നമ്മൾ മാറ്റി നിർത്തുക. പിന്നീട് 10 വർഷം ഇവര് ആ ഭാഗത്ത് വരുന്നില്ല. ഭരണം കൈയാളുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാത്ത എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള ഒരു ഭരണകൂടമാണ്. ഈ 10 വർഷം കൊണ്ടുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഒരുപാട് അധ്യാപകര് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവും. ഈ അധ്യാപക കൾച്ചർ കണ്ടിട്ട് അടുത്ത പഠനം ഉണ്ടാകുന്നു, അടുത്ത വീട്ടിലെ കുട്ടി പോകുന്നു, ഈ കുട്ടിലെ വീട്ടിൽ പോകുന്നു. അപ്പോൾ ഒരു വിദ്യാഭ്യാസ കൾച്ചർ അവിടെ ഉണ്ടാവും. വിദ്യാഭ്യാസമായിട്ടുള്ള കൾച്ചർ ഉണ്ടാവുന്നു. സയന്റിഫിക് ടമ്പറിനോട് ആളുകൾക്ക്, ശാസ്ത്രബോധത്തോട് കൂടുതൽ ആൾക്കാർ വരെ CH അത് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് CH ഒരു ഭാഗത്ത് കൂടെ പോകുന്നു. കൾച്ചറലായിട്ട് ജനങ്ങൾ മുഴുവനും ഒരു മാസ് മാറുകയാണ്. അതിന്റെ എത്രയോ എതിർപ്പുകൾ അന്ന് പല രീതിയിലും ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടും അതിനെ ഒന്നും മെയിൻ സ്ട്രീമിലേക്ക് അടുപ്പിക്കാതെ പാണക്കാട് കുടുംബം ചെയ്തിട്ടുള്ളൊരു വലിയ സംഭാവനയുണ്ട്. കാരണം ആ ഒരു തണലിലാണ് ഇതെല്ലാം നടക്കുന്നത്. കാരണം പല രീതിയിൽ പലപ്പോഴും നമ്മൾ ശിഹാബ് തങ്ങളെ കുറിച്ച് പറയാറുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആ ഒരു പുഞ്ചിരിയിൽ തന്നെയാണ് ഒരു വലിയ ലോകം ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൊടുത്ത ഒരു സപ്പോർട്ടുണ്ട്. കാരണം 25 വർഷത്തിലധികം മുസ്ലിം ലീഗിന്റെ 1975 പൂക്കോത്തങ്ങൾ മരിച്ച ഉടനെ 74 പൂക്കോത്തങ്ങൾ മരിക്കുന്നത്. ആ സമയം മുതൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് അധ്യക്ഷ പദവിയിൽ 2009 വരെ. ഇത്രയും വർഷം അദ്ദേഹം, പ്രത്യേകിച്ച് 74 എന്നൊക്കെ പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ കൾച്ചർ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? അന്ന് കൈറോയിലെ അൽഹസർ അടക്കമുള്ള കൈറോ യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുകയും ലോകത്തെ നയിച്ച ഒരുപാട് ലീഡേഴ്സിന്റെ ക്ലാസ്മേറ്റ് കൂടിയാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റുകളെ നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പൊ അവരൊക്കെ അന്നത്തെ അവരെന്നോട് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഒരു സഹപാഠി ദുബായിൽ വന്നപ്പോ എന്നോട് പറഞ്ഞത്, ഫോർ യു ഇറ്റ് ഈസ് തങ്ങൾ, ഇറ്റ് ഈസ് ശിഹാബ്, ഫോർ അസ് ഇറ്റ് ഈസ് അവർ മുഹമ്മദ് അലി. അത് ആ ഒരു സ്നേഹത്തിന്റെയും അദ്ദേഹം കൊടുത്തിട്ടുള്ള ആ ഒരു ഊഷ്മളതയുടെയൊക്കെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നത്. കാരണം മുഹമ്മദ് അലി ഈസ് എ ചാമിങ് പേഴ്സൺ. ഇവർ പറയാം, വിത്ത് ക്യാരക്ടർ, വിത്ത് പെർസൂറൻസ് ആൻഡ് ദിസ് വൺ. ദിസ് ജേർണി മെയ്ഡ് ഹിം തങ്ങൾ സയ്യിദ് ശിഹാബ്. അവരങ്ങനെയാണ് കാണുന്നത്. കാരണം നമ്മൾ പാണക്കാട് തങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവില്ലല്ലോ. അപ്പം അവരിതിനെ തങ്ങളോടുള്ള തങ്ങൾ ആ ഒരു മെസ്സേജാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട്, അവരോടുള്ള സഹപാഠി ജീവിതം കൊണ്ട് അവർ മനസ്സിലാക്കിയ തങ്ങൾ തന്നെ നമ്മൾ ഇന്ന് ബഹുമാനിക്കുന്ന തങ്ങളുടെ ആ ഒരു ക്വാളിറ്റിയിലേക്ക് പോകുന്നു. ഈ തങ്ങളാണ് ഇവിടെ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. മോശാവോ? ലോകം കണ്ട് അന്നേ പ്രവാസിയായി തിരിച്ചു വന്ന ആളാ.
അന്നേ പഠിക്കാൻ പുറത്തു പോയിട്ട് വന്ന ആളാണ്. അപ്പൊ തങ്ങള് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ പഠിക്കാൻ പോയ ഡിഗ്രി മാത്രമല്ല, അദ്ദേഹം കൊണ്ടുവന്നത് ലോകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ മൗനാനുവാദത്തോടു കൂടി മോഡേൺ ആയിട്ടുള്ള ആധുനികപരമായിട്ടുള്ള കാര്യങ്ങൾ അന്ന് നടന്നത്. അതിന്റെ കൂടി ഫലമാണ് ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അതിലിപ്പം സിരി സാഹിബ് അതിനൊരു ഫ്രെയിം വർക്ക് ഇട്ടു. ഈ ഫ്രെയിം വർക്ക് CH സാധാരണക്കാരിലേക്ക് എത്തിച്ചു. ഇതെല്ലാം നടക്കാൻ തണലായിട്ട് പാണക്കാട് കുടുംബം നിൽക്കുന്നു. നമ്മുടെ സൗഭാഗ്യം എന്ന് പറയുന്നത് ഇത്തരം ലീഡർഷിപ്പിലേക്ക് വന്ന ആളുകളാണ്. അപ്പം ആ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾ നമ്മൾ ഈ ഇതിലും വേണം. ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളുടെ ക്യാരക്ടർ പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ശരിക്ക് ഒരു ലീഡർഷിപ്പിന് എന്താ അക്ഷരം പ്രതി അനുസരിച്ചതിന്റെ ഗുണഫലം ഇന്ന് സമൂഹവും സമുദായം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള. തീർച്ചയായിട്ടും അല്ലേ? ലോകത്ത് തകർന്നു പോയതിനു ശേഷം, അതായത് നമ്മൾ 400 വർഷങ്ങൾ ഇവരെ നമ്മൾ യുദ്ധം ചെയ്തു. ഈ യുദ്ധം ചെയ്യുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു മലബാറിലെ ആളുകൾ. അത് മുസ്ലിം ആവട്ടെ അല്ലാത്തവരാവട്ടെ, മലബാറിലെ ആളെന്ന് പറഞ്ഞാൽ വളരെ സമ്പന്നനായിരുന്നു. ഈ സമ്പന്നതയിൽ നിന്നാണ് നമുക്ക് പപ്പടം വാങ്ങാൻ പൈസ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഒരു സമൂഹത്തിന്. അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ അതിലേക്ക് എത്തുന്നത്. ഇങ്ങനെ തിരിച്ചു വന്ന ഒരു സമൂഹം ലോകത്ത് ആരുമില്ല. വേണമെങ്കിൽ നമുക്ക് ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കിയെ കുറിച്ച് പറയാം. പക്ഷെ അത് ലോകത്തിലുള്ള എല്ലാ ഗവൺമെന്റുകളും സഹായിച്ചിട്ടാണ്. ഇവിടെ ഈ മലബാറിലെ ആളുകൾ കാക്കമാരാവട്ടെ മറ്റേതാവട്ടെ അവർ ഉയർന്നു വന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മുസ്ലിം ലീഗ്, മറ്റേത് ഗൾഫ് കുടിയേറ്റം. ഇത് രണ്ടും ഒരേ സമയത്ത് സമാസമമായിട്ട് നടക്കുകയും അത് ഉൾക്കൊള്ളാനുള്ള വലിപ്പം അന്നത്തെ ജനങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന വളർച്ച. മുസ്ലിം ലീഗിന്റെ പൊളിറ്റിക്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് മുസ്ലിം ലീഗ് ആദ്യം തുടങ്ങിയത് മദ്രസയല്ല, LP സ്കൂളല്ല, ആദ്യം തുടങ്ങിയത് കോളേജാണ്. എവിടെയാണ് അവർ കടന്നു വരേണ്ടത് ആ ഡെസ്റ്റിനേഷൻ ആദ്യം ഫിക്സ് ചെയ്തു. ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്തിട്ടാണ് ജേണി തുടങ്ങുന്നത്. വലിയ അത്ഭുതമല്ലേ? കുറെ നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചു നോക്കി. ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് നടന്നിട്ടുണ്ടോ? അവിടെയൊക്കെ 1 കഴിഞ്ഞാൽ 2ആണ്. നമ്മളിത് 1 തുടങ്ങുന്നില്ല. നമ്മൾ തുടങ്ങുന്നത് +2 കഴിഞ്ഞിട്ടുള്ള സാധനമാണ്. 12 ക്ലാസ് നമ്മൾ പിന്നീട് ഉണ്ടാക്കുകയാണ്. പിന്നെ ജാക്കിരി പാസ് നമുക്കറിയാലോ. ജാക്കിരി പാസിനെ അന്ന് എതിർത്തവരുണ്ട്. പക്ഷെ അതൊരു ജനകീയ വിദ്യാഭ്യാസ സമ്പ്രദായമായി മാറി എന്നുള്ളതാണ് പിന്നീട് മനസ്സിലാക്കേണ്ടത്. അപ്പം പലപ്പോഴും ഇത് എന്തിനാന്നുള്ള ചോദ്യം ആരും ചോദിക്കാറില്ല. അതാണ് നമ്മൾ ഒരുപാട് ഇത്തരം കാര്യങ്ങളിൽ ഡിസ്കഷൻ നടത്തുമ്പോഴാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രവാസികളെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ വേണം, നിയമസഭകളിൽ വേണം എന്നുള്ളതിനെ പറ്റി നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭാഗമാണ് KMCC. അങ്ങനെ എന്തെങ്കിലും KMCCക്ക് അങ്ങനെ വാദങ്ങളുണ്ടോ? അതല്ലെങ്കിൽ പാർട്ടിയെ പ്രഷറൈസ് ചെയ്തു എന്നല്ല, അങ്ങനെ വല്ല അഭിപ്രായങ്ങൾ പാർട്ടിയിൽ നിന്ന് ഇപ്പം കണ്ടിടത്തോളം സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഓരോ തീരുമാനങ്ങളും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്നതാണ്. ഹാരിസ് ബീരാൻ രാജ്യസഭയിലേക്ക് വന്നതും, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള AP ഉണ്ണികൃഷ്ണൻ അവരുടെ മകൾ വന്നതും, അതുപോലെ തന്നെ പല തീരുമാനങ്ങളും. അപ്പം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലിക പ്രസക്തമായിട്ടുള്ള തീരുമാനങ്ങൾ. അപ്പം ഇനിയുള്ള നിയമസഭാ സീറ്റുകളെ പറ്റിയൊക്കെ ചർച്ചകൾ വരുമ്പോൾ പാർക്കല്ല അബ്ദുള്ള സാഹിബ് KMCC ആയിരുന്നു എന്നുള്ള അങ്ങനെ കേട്ടു. പക്ഷെ എന്നിരുന്നാലും ഒരു എന്താ പറയാ, നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു റവന്യൂ, അതുപോലെ തന്നെ നല്ലൊരു സ്ട്രക്ചറാണ് പ്രവാസികൾ. അവരുടെ രാജ്യത്തിന് സംസ്ഥാനത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ അവരുടെ ഡിസ്കഷൻസ് നമ്മളെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വരുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ പ്രാതിനിധ്യം കുറവാണ്. എന്ത് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എത്രത്തോളം പാർട്ടി അതിനെ കാണുന്നുണ്ട്, അതുപോലെ അതിനെപ്പറ്റി നിങ്ങൾ എത്രത്തോളം സീരിയസ് ആണ് എന്നുള്ളത് നമുക്കറിയില്ല. അതിനെപ്പറ്റി നിങ്ങളുടെ വാദം. അല്ല, അപ്പം മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആമുള്ളൊരു പാർട്ടിയാണ്. തൊഴിലാളി മേഖലയിൽ ഏതാണ്ട് 39 സബ് ഡിവിഷനുകളിലായിട്ട് 2-3 ലക്ഷം ആളുകൾ ഇന്ന് STUലുണ്ട്. അതോടൊപ്പം തന്നെ യൂത്തിനെ റെപ്രസെന്റ് ചെയ്യണു, വനിതകളെ റെപ്രസെന്റ് ചെയ്യണു, സഹകരണ മേഖലയിലുള്ള റെപ്രസെന്റ് ചെയ്യണു,
അപ്പോൾ അതോടൊപ്പം മറ്റ് പിന്നെ മേഖലകളിലുള്ള ആളുകളെ, പിന്നെ വീൽ ചെയറിൽ ഇരിക്കുന്നവരെ DAPL റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് എല്ലാ റെപ്രസെന്റേഷനെയും മാന്യമായി ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പൊ KMCCയെ സംബന്ധിച്ച് ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ചു, വേൾഡ് ലെവൽ എക്സ്പോഷർ ഉള്ളവർ, അതവിടെ ആ ഇതുണ്ട്. അപ്പം KMCCയെ സംബന്ധിച്ച് പിന്നെ നേതാക്കന്മാർക്കാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് പലപ്പോഴും അറിയാവുന്ന ആൾക്കാരുമാണ്. അപ്പോൾ KMCC ഉൾപ്പെടെയുള്ള ഈ മുഴുവൻ പോഷക ഘടകങ്ങളെയും ഓരോരോ സമയത്ത് അത് പരിഗണിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ വരും. സാദിഖ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു വിഷൻ ഡിഫറെന്റ് തന്നെയാണ്. അദ്ദേഹം കൊടുക്കുന്ന മെസ്സേജുകളാണ് അതൊക്കെ. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച തരത്തിൽ വന്നിരിക്കുന്നതൊക്കെ തന്നെ അതൊരു മെസ്സേജാണ്, അതൊരു പൊളിറ്റിക്സ് അല്ല. അത് ലോകത്തിന് മുമ്പിൽ അദ്ദേഹം കൊടുക്കുന്നൊരു മെസ്സേജാണ്. അത് മുസ്ലിം ലീഗിന്റെ സ്ഥാപക മെസ്സേജുകളിൽ പെട്ടതാണ്. ദളിത് പിന്നോക്ക മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജാണ്. അതായത് തുടങ്ങിയ ഇടത്ത് നിന്ന് ഇന്നും മാറാതെ അതേ ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചടയൻ തൊട്ട് ഇപ്പൊ സ്മിജി വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കാണുന്നത് ഒരൊറ്റ ലൈനാ. അത് ബ്രേക്ക് ചെയ്യാനോ മാറ്റി മറിക്കാനോ വരയ്ക്കാനോ ഒന്നും ഇന്ന് വരെ നമുക്ക് സാഹചര്യം വേണ്ടി വന്നിട്ടില്ല. അതങ്ങനെ തന്നെ പോവാം. അപ്പം ആദ്യകാല നേതാക്കൾ തൊട്ട് തുടർന്ന് വന്നിട്ടുള്ള എല്ലാവരും, അത് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരം മെസ്സേജുകൾ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളിലേക്ക് തങ്ങളുടെ ശ്രദ്ധ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് തങ്ങളെ ജെൻസി സമൂഹം പോലും ഉൾക്കൊള്ളുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ തങ്ങളൊരു വെറും ഒരു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളതിൽ മാത്രമല്ല, ഇത്തരം സാമൂഹ്യ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നിടത്ത് തങ്ങൾ കാണിക്കുന്ന ആ ഒരു ഡീപ്നെസ്, അത് ചെറിയ ആളുകൾ പോലും ഇപ്പൊ നമ്മൾ പലപ്പോഴും തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളതിൽ മാത്രമല്ല തങ്ങളുടെ ഒരു ഇമേജ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങളെ ഗൗരവപൂർവം പഠിക്കുന്ന, വീക്ഷിക്കുന്ന, അറിയുന്ന അത്തരം ആളുകളുമായിട്ട് സംവദിക്കുന്ന ഒരു ഇതാണ്. അപ്പം ആ ഒരു പേഴ്സണാലിറ്റിയിൽ നിന്ന് നമ്മൾ മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ KMCC നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് കഴിഞ്ഞ കോവിഡ് വന്ന സമയത്ത്, അതുപോലെ തന്നെ വയനാട് ദുരന്തം വന്ന സമയത്ത്, ഫ്ലഡ് വന്ന സമയത്തൊക്കെ പല സമയങ്ങളിലും അങ്ങനത്തെ ദുരന്തങ്ങൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് സഹായിക്കേണ്ട സമയത്ത് പോലും അന്താളിച്ച് നിന്നൊരു സർക്കാരിന്റെ മുന്നിൽ KMCC വലിയൊരു ഒരു അധ്യായമായിരുന്നു. ശരിക്കും ഒരു പവർ ഒരു പാറ്റേൺ ആയിട്ട് നിന്നു. എത്രത്തോളം എങ്ങനെയാണ് അതിനെ നിങ്ങൾ പ്രത്യേകിച്ച് KMCC അതിനെ മോണിറ്റർ ചെയ്തത് എന്നുള്ളതെന്ന് പറയാൻ പറ്റും? അതെ, ഇപ്പൊ KMCCയുടെ പ്രവർത്തനങ്ങളെ ഇപ്പൊ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞ പ്രളയകാലത്ത് നമ്മൾ ഒരു 55 ടണ്ണാണ് ദുബായിൽ നിന്ന് മാത്രം കേരളത്തിലേക്ക് എത്തിച്ചത്. അത് വിവിധ ജില്ലകളിൽ കലക്ടർമാർ വഴി നമ്മുടെ പാർട്ടി സംവിധാനം വഴി ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് എത്തിച്ചു. 55 ടൺ സാധനങ്ങളാണ് എത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ KMCC എന്ത് ചെയ്യണം എന്നുള്ളതിൽ, കാരണം വീടുകൾ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു, സ്ഥലങ്ങൾ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അടുത്ത ഘട്ടം എന്താണെന്ന് ആലോചിച്ചു. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ട് സംസാരിച്ചു. അപ്പൊ തങ്ങൾ പറഞ്ഞു, എന്താണ് നിങ്ങളുടെ മനസ്സിലെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു, നമുക്ക് ഇവിടെ എത്രത്തോളം ആളുകൾ അവിടെ വരാൻ തയ്യാറുണ്ടോ അവർക്ക് നമുക്ക് ജോലി കൊടുക്കാം എന്നുള്ള ഒരു പോളിസി വെച്ചു. തങ്ങളത് അംഗീകരിച്ചു. അതിൻ്റെ ഫലമായിട്ട് തങ്ങൾ പത്രസമ്മേളനം നടത്തി. ഞങ്ങൾ വയനാട്ടിൽ വന്നു, ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്തു, കുറേ കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തു. ഇന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരം ഒരു മൂവ്മെന്റ് നമ്മളിവിടെ നടത്തി. ഇനി കോവിഡ് കാലത്ത് കേരളത്തിൽ പിന്നെ ഇവിടെ പ്രവാസിയുടെ പിന്നാലെ ഓടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിന് റോഡ് മാപ്പുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വലിയ അറ്റാക്ക് പോലെയാണ് കണ്ടത്. ഇതേ സമയം ഇതേ KMCCയുടെ ബാനറിൽ കേരളീയർ മുഴുവനും ഒന്നിച്ചണിനിരുന്നതാണ് ദുബായിൽ നമ്മൾ കണ്ടത്. അപ്പൊ UAE കോവിഡ് പ്രതിരോധ പ്രവർത്തന രംഗത്ത് KMCC എന്ന് പറയുന്നത് ഒന്നാമത്തെ ഘടകമായി. ആയിരക്കണക്കിന് വളണ്ടിയർമാർ നിത്യേന പണിയെടുത്തു.
13,000 ആളുകൾക്ക് ഒരുമിച്ച് ഐസൊലേഷൻ ഫെസിലിറ്റി ഉണ്ടാക്കിയത് KMCC ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിക്കൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന മലയാളികളെ ഇവിടെ ഞങ്ങൾ അതേസമയം വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണുകയാണ്. അപ്പം ഈ ഒരു സംഭവം വരുന്നു. റീബിൽഡ് കേരളയുമായിട്ട് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി വന്നു. ആ റീബിൽഡ് കേരളയുമായി നമ്മൾ സഹകരിച്ചു. നമ്മൾ ഒന്നിൽ നിന്നും മാറുന്നില്ല. നമ്മൾ പുരോഗതിയുടെ കാര്യത്തിൽ, വികസനത്തിന്റെ കാര്യത്തിൽ, ജനങ്ങളെ പിന്നെ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ കൂടെ ഉണ്ടാവണം എന്നുള്ള പാർട്ടിയുടെ പോളിസി അത് അതുപോലെ തന്നെ പോസിറ്റീവ് മെസ്സേജാണ് കൊടുത്തത്. പക്ഷെ ആ ഒരു സംഭവം എത്രത്തോളം നടന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് നിരാശ ഉണ്ടാക്കി. അപ്പം KMCCയെ സംബന്ധിച്ച് ഇത്തരം കലാമിറ്റികൾ ഉണ്ടായപ്പോൾ ഇടപെട്ടു. ഉക്രൈൻ യുദ്ധം ഉണ്ടായല്ലോ. ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ അവിടുത്തെ 6 അതിർത്തികളിൽ ഒരു അതിർത്തിയിൽ മാത്രമാണ് ഇന്ത്യൻ എംബസിയുടെ വർക്ക് വരുന്നത്. ബാക്കി വരുന്ന 6 അതിർത്തികളിലും യൂറോപ്യൻ KMCCയുടെ നേതൃത്വത്തിലാണ് ആളുകൾ അവിടെ അവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു എന്താ പറയാ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാക്കിയത്. ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാക്കി, അവർക്ക് താമസിക്കാനുള്ള ഷെൽട്ടറുകൾ ഉണ്ടാക്കി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം പിന്നെ ഹജ്ജ് വേളകളിൽ അവിടുത്തെ KMCC കൊടുക്കുന്ന സേവനങ്ങൾ, ആയിരക്കണക്കിന് വളണ്ടിയർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഹാജിമാരെയും, അത് ഇന്ത്യക്കാർക്ക് മാത്രമുള്ളതല്ല. ഇന്നിപ്പം അവിടെ വരുന്ന ടോട്ടൽ ഹാജിമാരെ കണക്കെടുത്താൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു ചെറിയൊരു പെർസെൻറ്റേജാണ്. ബാക്കി വരുന്നവർക്കെല്ലാം ആശ്വാസമായിട്ട് മാറുന്നത് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മലയാളികളായിട്ടുള്ള പ്രവർത്തകരാണ്. അവരെ നമ്മൾ KMCCക്കാരെന്ന് വിളിക്കുമ്പോൾ രാജ്യത്തിന്റെ അഭിമാനമായിട്ടാണ്. ഇന്നിപ്പം ഞാൻ വേറൊരു തമാശ പറയാം. ഇന്ന് ലോകത്ത് 2 പേരെയാണ് ഇന്ത്യയുടെ അഭിമാനപരമായി നമുക്ക് പറയാം. ഒന്ന് ശ്രീ മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ്. മറ്റൊന്ന് ഇന്ത്യയുടെ സൗഭാഗ്യമെന്ന് ലോകം വിളിച്ചിട്ടുള്ളത് KMCCയാണ്. ആലോചിച്ച് നോക്കൂ, ലോകം വിളിച്ചിട്ടുള്ളത് KMCCയാണ്. ഇന്ത്യൻ ഭരണാധികാരികള്, മറ്റു നാട്ടുകളിലെ അധികാര സ്ഥാനത്തിരിക്കുന്നവര്, എല്ലാവർക്കും ഒരു KMCCയിലേക്ക് എത്താൻ പറ്റുന്ന രൂപത്തിൽ അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. KMCC എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോ, പ്രത്യേകിച്ച് മന്ത്രിസഭയിലുണ്ടായ തന്നെ KT ജലീൽ വരെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു KMCCക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. അല്ല, ഈവൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രയോ തവണ വ്യക്തിപരമായും അല്ലാതെയും ഞങ്ങളെ പിന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. അതെല്ലാം മധ്യം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ചെയ്തിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്, മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. PMO ഓഫീസ്, അന്ന് PMO ഓഫീസ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഇന്നത്തെ പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ ആനന്ദ് ബോസ് ആയിരുന്നു. അപ്പൊ ആനന്ദ് ബോസ് അതിനെ ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട്. KMCCയുടെ ഇവർ വൺ ആൻഡ് ഓൺലി എന്ന് പറയുന്ന തരത്തിലേക്കൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി അത് വികസിച്ചു. ഇന്ന് വേൾഡ് KMCC എന്ന് പറയുന്ന ഒരു അംബർല നമുക്കുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ എത്തുന്നത് എന്താ വെച്ചാൽ രാജ്യങ്ങളുടെ എണ്ണം കൂടി. ഈ വേൾഡ് KMCCയിൽ തന്നെ 33 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്. ശരി. അതല്ലാതെ 10-40ഓളം രാജ്യങ്ങളിൽ നമുക്ക് സംഘടനാ സംവിധാനത്തിന് മുമ്പുള്ള ഹഡ്ഡോക്ക് സംവിധാനങ്ങൾ നിലവിലുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ പല രാജ്യങ്ങളിലേക്ക് പോവാണ്. ഇപ്പം ഈ ആഫ്രിക്കയിലെ 54 രാജ്യങ്ങൾ, അമേരിക്കയിലെ 54 സ്റ്റേറ്റുകൾ, യൂറോപ്പിലുള്ള 10-30ഓളം രാജ്യങ്ങൾ, ഇതൊക്കെ ഇന്ന് KMCCയുടെ പ്രവർത്തനങ്ങളിലേക്ക് പോവാണ്. നമ്മൾ പിന്നെ ഗൾഫിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് നിൽക്കുന്ന ഇതിനെല്ലാം നമ്മൾ ഇന്ന് KMCCയുടെ ശക്തമായ പ്രസൻസ് ഉണ്ട്. അപ്പൊ അത് ഇതിന്റെ വളർച്ചയാണ്. നമ്മുടെ യൂത്ത് അത് അവിടങ്ങളിലേക്കൊക്കെ പോകുന്നു. അവരൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ കണക്ക് ഞാൻ പറയട്ടെ, 55,000 കോടി രൂപയോളമാണ് കുട്ടികൾ പുറത്തുപോയി പഠിക്കുന്നത് കൊണ്ട് കേരളത്തിന് നഷ്ടമാകുന്നത് എന്നുള്ളതാണ് കേരള ഗവൺമെന്റ് കഴിഞ്ഞ ലോക കേരള സഭയിൽ പറഞ്ഞത്. ഞങ്ങൾ അതിനൊരു ഉത്തരവും കൊടുത്തു. 7 വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പൊ 2 വർഷം കൂടി മുമ്പ്, അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബും ഇവരെ കൂടിയിട്ട് ഒരു അക്കാഡമിക് സിറ്റിക്ക് പ്രപ്പോസൽ കൊടുത്തു. അത് നിയമസഭയിൽ അവതരിപ്പിച്ചു. അതിന് പണം വെച്ചു. അതിൻ്റെ ലാൻഡുകൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ലാൻഡ് കണ്ടെത്തി.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അടക്കമുള്ള ഒരു ടീം അക്കാഡമിക് സിറ്റി സന്ദർശിച്ചു, വിവിധ രാജ്യങ്ങളിൽ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി, ഗവൺമെന്റ് വന്നു, എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടാക്കി. പിന്നീട് ഈ 9 വർഷവും അതിനെക്കുറിച്ചൊരു മിണ്ടാട്ടം ചെയ്യാതെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ശ്രീ KT ജലീൽ, അതെ, അദ്ദേഹം കൂടി ഇരുന്ന വേദിയിലാണ് ഈ കാര്യം ഞാൻ തിരിച്ചു പറയുന്നത്. ഇപ്പം നിങ്ങൾ 9 വർഷങ്ങൾക്ക് ശേഷം 55,000 കോടിയുടെ നഷ്ടം പറഞ്ഞു വരുന്നിടത്ത് നിങ്ങൾക്ക് എന്ത് യുക്തിയാണുള്ളത്? ഇനി 55,000 കോടി പോയി, ഇനി അടുത്ത 10 വർഷം എത്ര പോകും? അതിനെ കൗണ്ടർ ചെയ്യാനുള്ള വല്ലതും നമ്മൾ ചെയ്തിട്ടുണ്ടോ? അതുമില്ല. അത് അടുത്ത കണക്ക് 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും വിടും 1,00,000 കോടി എന്നും പറഞ്ഞിട്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു റിയാക്റ്റീവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് മേഖലയിലാണ്. അപ്പൊ KMCCയെ സംബന്ധിച്ച് ഉള്ളത് എന്ന് പറഞ്ഞാൽ, ഇന്ന് ഒരുപക്ഷെ പലപ്പോഴും ഈ ഇന്ത്യൻ എംബസികൾ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മീഷൻ, ഹൈക്കമ്മീഷൻ ഓഫീസുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിലും KMCCയുടെ പ്രസൻസുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ഗ്രാസ് റൂട്ട് ലെവൽ ഇൻഫർമേഷൻസ് എടുക്കണമെങ്കിൽ ഇന്ന് വളരെ ഈസിയാണ്. അത്രത്തോളം KMCCയുടെ നെറ്റ്വർക്ക് സംവിധാനം വളർന്നിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ അൻവർ ഖാന്റെ അടുത്ത് നമുക്ക് അറിയാൻ പറ്റി. നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ, അങ്ങനെ തന്നെ പറയാം. ഇനിയും മറ്റൊരു വിഷയമായിട്ട് നിങ്ങൾ നമുക്ക് സമീപിക്കേണ്ടി വരും. ഏതായാലും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. വിലപ്പെട്ട സമയം നമുക്ക് ചെലവഴിച്ചത്.